സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമതു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുത്തി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. നമസ്കാരം. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഭീമ സിനിമാ ചിരുമയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഭീമ സിനിമാ ചിരുമ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഇതവിടെ ആരംഭിക്കുകയായി. ഇത് ഭീമ സിനിമാ ചിരുമ. ഭീമ സിനിമാ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. നമസ്കാരം. ഭീമ സിനിമാ ചിരിമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നവവത്സരാശംസകൾ. ഇന്ന് ഈ സിനിമാ ചിരിമയുടെ വേദിയിൽ എത്തുന്ന അതിഥി മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ ജയറാം. യെസ്, വെൽക്കം ബാക്ക്. ജയറാമിന് ഈ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ആണ് അല്ലേ? ഈ ക്രിസ്മസ് എന്നല്ല, പൊതുവേ ക്രിസ്മസ് എന്നുള്ള ആ സമയം വരുമ്പോൾ തന്നെ ഏകദേശം ക്രിസ്മസ് ഈവ് ആണെങ്കിലും പുതുവത്സരത്തോട് അടുക്കുമുള്ള ദിവസങ്ങളാണെങ്കിലും എല്ലാം ഒരു 20-ാം തീയതി കഴിഞ്ഞിട്ട് 30-ാം തീയതി വരെയുള്ള സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഓർത്തു വയ്ക്കുന്ന ദിവസങ്ങളാണ്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. തുടക്കം തൊട്ട് പറഞ്ഞാൽ എൻ്റെ സിനിമയിലേക്കുള്ളൊരു വരവ് ഒരു ഡിസംബർ അവസാന സമയത്താണ്. കലാഭവൻ്റെ പ്രോഗ്രാമിനുമായിട്ട് പോയി ദുബായിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു ക്രിസ്മസ് കഴിഞ്ഞ സമയത്താണ് പത്മനാഭൻ സാറിനെ ഫസ്റ്റ് വിളിക്കുന്നതും. ഷൂട്ടിംഗ് ഫെബ്രുവരിയിലാണ് തുടങ്ങാൻ പോകുന്നത്, ജനുവരി മുഴുവൻ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയം വളരെ ഇതാണ്. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത മറ്റൊന്ന്, ഞാൻ എൻ്റെ ഭാര്യയോട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ഈവൻ്റ് അന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ദിനങ്ങൾ എന്ന് പറയുന്നത് എന്നും ഓർത്തു വയ്ക്കുന്നത്. പിന്നെ ആദ്യകാല സിനിമയാണ് അല്ലേ? ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ് കമലിന്റെ സിനിമയാണ്, ജയറാമിന്റെ സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ ജയറാം തന്നെ വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ ക്രിസ്മസിന് ജയറാമിന്റെ പടം റിലീസായി ഇരിക്കുകയാണ് അല്ലേ? നന്നായി പോകുന്നു. അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഈ പത്മശ്രീ അവാർഡ് അല്ലെ, അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്ത നിമിഷം ജയറാം ഓർക്കുന്നുണ്ടോ? അത് അയ്യോ, ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? കാരണം ഞാനൊന്നും ജീവിതത്തിലത് ഇങ്ങനെ ഒരു പുരസ്കാരം എന്നെ തേടി വരുന്നത് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ റാഫി മെക്കാട്ടിൻ്റെ ചൈന ടൗൺ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജാനുവരിയിലാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. ജാനുവരി 26-ാം തീയതിയാണ് റിപ്പബ്ലിക് ഡേക്കാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത ബഹുമതികൾ കൊടുക്കുന്ന പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം ഇതും എല്ലാം അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലേക്കൊന്നും ഞാനൊന്നും വരുന്ന പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 25-ാം തീയതി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വെച്ച് മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്, കാവ്യയുണ്ട്, എല്ലാം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ, നാളത്തെ ഇതിൽ അവസാന ഇതിൽ ജയറാമും ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ടോ? സത്യമാണോ കേൾക്കുന്നത്? എനിക്ക് സത്യമാണോ അല്ലെന്ന് അറിയില്ല, ഇത് ഉണ്ടെന്നുള്ളതുള്ളതാണ്. അപ്പം ഇനി അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ റാഫിയെ ഫസ്റ്റ് വിളിച്ചിട്ട് ക്യാരവൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു, റാഫി ഇങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നാളെ ഈ സന്തോഷം എൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്ന് വെച്ചു. അല്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രഷ്യസ് മൂമെൻറ്റില്ലേ. റാഫിയാണ് എന്നെ ഫസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ തരുന്നത്. പക്ഷെ അവിടെ അടുത്ത ദിവസം ഒരു വലിയ ക്രൗഡിലുള്ള സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മോഹൻലാൽ ഇതിൽ വരണം, ഞാൻ അടുത്ത് നടന്നു വരുന്നു, അടുത്ത ദിലീപ് ക്യാമറ നടന്നത്. അപ്പോൾ ഫുള്ളിങ്ങനെ നടന്നു വരുമ്പോൾ ലാലാ തിരക്കിനിടയിൽ കൂടെ ഇങ്ങനെ പതുക്കെ വന്നിട്ട് എന്നെ ചേർത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി. ചേർത്തിട്ട് പത്മശ്രീ ജയറാം കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിരുന്നത്.
ആദ്യത്തെ കൺഗ്രാലേഷൻ ആ ലാലാണ് പറയുന്നത്. അപ്പം അത് ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എങ്കിൽ ആ സംവിധായകർ തന്നെയാണ് ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് ജയറാം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വന്നിരിക്കുന്നത്. ജയറാമിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, അവരുടെ ആദ്യ സിനിമ ആയിരുന്നു പുതുക്കോട്ടയിലെ പുതുമണവാളൻ. എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. എൻ്റെ സിസ്റ്ററുടെ മകനാണ് റാഫി, അതൊക്കെ അറിയാമല്ലോ. റാഫി മിമിക്രിക്കാരാണ്. റാഫി മക്കാട്ടിനും മിമിക്രി രംഗത്ത് നിന്ന് സിനിമയിൽ വന്ന് സംവിധായകരായ മറ്റ് 2 പേരാണ് റാഫി മക്കാട്ടിനും. റാഫി മക്കാട്ടിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. റാഫി ആൻഡ് മക്കാട്ടിൻ. വെൽക്കം. പുതുക്കോട്ടയിലെ പുതുമണവാളൻ അല്ലേ? അതിനു മുൻപ് ഇവർ എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. റാഫി ആദ്യം ഏത് പടമായിരുന്നു? ഹരിഹർനഗർ മുതലാണ് മുതൽ കാബൂളിവാല വരെയുള്ള. അതിനു മുമ്പ് നമ്മൾ കൊച്ചിയിൽ വെച്ച് മിമിക്രി കാണിച്ചപ്പോൾ എന്തോ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ കലാഭവനിൽ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത്, ഞാനും മൻസൂർ, കൊച്ചിൻ മൻസൂർ, ഞങ്ങൾ ഗാനമേളയുടെ നടുക്ക് ഒരു ചെറിയ സ്കിറ്റ് ഉണ്ടാവില്ല, അത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാനന്ന് KP ഉമ്മറിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാം അണ്ണൻ ചെയ്യുന്ന പോലെയാണ്, പണ്ടത്തെ കണ്ണൊക്കെ മുഴിച്ചിട്ടുള്ള സാധനം. അപ്പോൾ അന്ന് ജയറാം എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യമായിട്ട് KP ഉമ്മറിൻ്റെ പുതിയൊരു സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ വയസ്സായതിനു ശേഷമുള്ള ഒരു സാധനം അല്ലേ? ഞാൻ അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പോകും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലേ മഹേശ്വരി എന്തോ പറഞ്ഞിട്ടല്ലേ മറന്നത്. അത് ഓർമ്മയുണ്ടോ? ഉമ്മുക്കയുടെ ശബ്ദം ഓർമ്മയുണ്ട്. ഉമ്മുക്കയുടെ മുമ്പിൽ തന്നെ കാണിച്ചപ്പോഴല്ലേ ഉമ്മുക്ക തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഉമ്മുക്കായിട്ട് അഭിനയിക്കാനുള്ള ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ, ജയറാം നിങ്ങളൊക്കെ എന്നെ മിമിക്രി കാണിക്കുന്നില്ലേ? ഞാൻ എപ്പോഴെങ്കിലും സിനിമയിൽ മഹേശ്വരി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വളരെ സാധാരണമായി മഹേശ്വരി എന്നല്ലേ പറയാറുള്ളൂ. അതും പിന്നെ അച്ഛനൊരു ഹാളിലിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ വേണം മിമിക്രി കാണിക്കാൻ. അതെ. അപ്പോൾ അപ്പോഴും ജയറാം പറഞ്ഞു അച്ഛൻ ചിരിക്കില്ല, മിമിക്രി കാണിച്ചിട്ട് ചിരിച്ചില്ലെങ്കിൽ അതിൽ ഡെസ്പാവേണ്ട കാര്യമില്ല, മേശയുടെ അടിയിലൂടെ നോക്കിയാൽ മതി, വയറ് കിടന്ന് കുലുങ്ങുണ്ടാവും, ചിരിക്കണ്ടെന്ന് പറഞ്ഞു തന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് നവവത്സരം അല്ലേ? ക്രിസ്മസ് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ആഘോഷവേളയിലാണ് സിനിമാ ചിരിമയുടെ ഇത്. ഈ ക്രിസ്മസുമായിട്ട് ഒരുപാട് കഥകൾ അറിയാവുന്നല്ലേ മെക്കാട്ടിൻ? അയ്യോ, സെറ്റില് മെക്കാട്ടിന്റെ കഥകൾ, മെക്കാട്ടിന്റെ അമ്മയുടെ കഥകൾ, ഈ ലൊക്കേഷനിൽ നായികമാർക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ, ഇങ്ങനെയുള്ള കഥകൾ. നായികമാരുടെ മാത്രം കഥകൾ മെക്കാട്ടിനടുത്ത് ചോദിച്ചാൽ എന്താണ് അതെ, കാരണം ഇവരൊക്കെ ശരിക്കും ആ കൊച്ചിയുടെ ശരിക്കും കരോളിന്റെ എല്ലാ സന്തോഷങ്ങളും എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ കൊച്ചി ഈ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് കൊച്ചി നല്ല രസമുള്ള കാലമാണ്. ഒന്നാമത് എല്ലാ വീടുകളിലും ഈ നക്ഷത്രങ്ങൾ നോക്കും, പിന്നെ മഞ്ഞുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചൊരു രാത്രി നല്ല രസമായിരിക്കും, നേരിയ തണുപ്പും, പിന്നെ എല്ലാ ലൈറ്റുകളും മങ്ങിയാണ് കാണുക, ഈ ഫോഗ്. അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിൻ്റെ പ്രതീതിയാണ് എപ്പോഴും ക്രിസ്മസ് കാലം. അത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ഓരോ എൻ്റെ സുഹൃത്തുക്കളായ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ പറയുന്ന ക്രിബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും അതുപോലെ ഈ കരോളിൻ്റെ ഡെക്കറേഷനും അത്തരം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ഒക്കെ കാണാൻ ഞങ്ങൾ ഇങ്ങനെ രാത്രി കരോളിനൊക്കെ ഞാനും ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ സിനിമയിൽ വന്നിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഈ എൻ്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള സ്നേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഈവിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സെറ്റിൽ തേക്കടിയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ക്രിസ്മസ് കരോളിന് ഇങ്ങനെ പോയാലോ, ഡയറക്ടർ തമ്പി കണ്ണൻ തന്നെ ആയിരുന്നു. അന്ന് ശരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്കും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആൾക്കാർ റോഡിൽ ഇറങ്ങിയാൽ തിരിച്ചറിയുന്ന ആൾക്കാർക്കൊക്കെ മറ്റേ അപ്പൂപ്പൻ്റെ മാസ്ക് തന്നു. അങ്ങനെ ഞങ്ങൾ പല വീടുകളിലും പോയി. അപ്പോൾ സാധാരണ ഈ ക്രിസ്മസ് കരോൾ എല്ലാം വെച്ചിട്ട് കംപ്ലീറ്റ്. അപ്പോൾ സാധാരണ ഈ ക്രിസ്മസ് കരോൾ ചെല്ലുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പല വീടുകളിലും കണ്ടിട്ട് ലൈറ്റ് അണച്ച് കിടന്നുറങ്ങും. കാരണം ഈ ആകെ ഈ തരാനുള്ള പൈസ തരേണ്ട ഫുൾ ലൈറ്റ് അണച്ച് മിണ്ടാതെ കിടന്നുറങ്ങും. അതിനകത്ത് കണ്ടിട്ടില്ലേ? അതെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പല വീട്ടിൽ ചെല്ലുമ്പോൾ ഫുൾ സൈലൻസ്. നമുക്കറിയാം തൊട്ട് മുമ്പ് അവിടെ ലൈറ്റ് കണ്ടതാണ്, ലൈറ്റൊക്കെ അണച്ച് കിടന്നത്. അപ്പോൾ പുറമേ ഇരുന്നിട്ട് കുറേ നേരം പാടി നോക്കും. ഹല്ലേലൂയ, അവിടെ അനക്കമില്ലാതെ കിടക്കുമ്പോൾ സൈലൻസ്, മിണ്ടല്ലേ
കുറേ ചെരുപ്പ് കിടപ്പുണ്ട്, സാധനം കിടപ്പ് എല്ലാം എടുത്തു, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പറയുമ്പോൾ പോയ ചെരുപ്പ് തട്ടാ കൊല്ലി ഞാൻ തന്നെ. അപ്പൊ പിന്നെ പാടും ഹല്ലേലൂയ. അത് കൊള്ളാം. അങ്ങനെ അല്ലെങ്കിൽ ഇറങ്ങി വരില്ല. അങ്ങനെ ഇറങ്ങി വരില്ല. അങ്ങനെ കരോളിനൊക്കെ പോയി കുറേ ഇതുണ്ട്. കരോള് പോയിട്ടുണ്ടോ? മെക്കാട്ടിനൊക്കെ കരോള് പോയിട്ടുണ്ട്. കരോൾ പോയിട്ടുണ്ട്. കരോള് എല്ലാ ഏറ്റവും കരോളിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു തമാശ എപ്പോഴും പറയാറില്ലേ? കരോളില് നമുക്ക് ഏറ്റവും ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ത്രില്ലെന്ന് പറയുന്നത് കരോള് കാണുന്നതും അതിന് പോകുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് കരോള് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ അടച്ചിരിക്കാതെ ഇത് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ ഒരിക്കൽ വന്ന ഒരു പലതരം കരോളുകാർ വരും. ഇത്തിരി ഹൈ ക്ലബ്ബുകൾ വരും, വലിയ അത്. പിന്നെ കൊച്ചു കുട്ടികളും വരും. അവർക്കും ആഗ്രഹമുണ്ട് ഇതുപോലെയൊക്കെ വരണമെന്ന്. പക്ഷെ അത്രയും വലിയ പെട്ടിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരൊരു ചെറിയൊരു സ്റ്റൂളെടുത്ത് മറിച്ചിട്ടിട്ട് ചുറ്റും ബട്ടർ പേപ്പർ കൊട്ടിച്ചിട്ട് ഇങ്ങനൊരു കരോൾ, അതിനകത്ത് അതിനകത്ത് വിളക്കൊക്കെ വെച്ചിട്ട് നല്ല അവതരണമായിരിക്കും അത്. അപ്പോൾ ഒരു കരോൾ വന്നത് ഞാൻ ഓർക്കുകയാണ്. പയ്യന്മാരാണ് എല്ലാ പിള്ളേര് കൊച്ചു പിള്ളേരാണല്ലോ. പക്ഷെ അവരുടെ അവതരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു മാലാഖ വരും, വലിയ ചിറകൊക്കെ വെച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയും. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നൊരു പാട്ട്, രാജാതിരാജൻ എഴുന്നള്ളുന്നു. അപ്പോൾ കാണാൻ ഇങ്ങനെ ഔസേപ്പിതാവ് മാതാവ് ഒരു ഉണ്ണിയൊക്കെ കയ്യിൽ വെച്ചിട്ട് എല്ലാവരും നടന്നു വരുന്നു. കയ്യിലൊരു മറ്റേ സ്റ്റൂളുണ്ട്, നല്ല കനമുണ്ട്. അപ്പോൾ ഇതൊക്കെ പിടിച്ചിട്ട് ഇതിവിടെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കും ഇവർ. അപ്പോൾ ഈ മാലാഖ ഇങ്ങനെ നിൽക്കും, ഇവരിങ്ങനെ മുട്ടുകുത്തി നിൽക്കും. ഈ പാട്ട് മുഴുവൻ തീരുമ്പോൾ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കും. അതോടെ അവർ പോകും. ഇതാണ് കോൺസെപ്റ്റ്. പക്ഷേ നമ്മൾ ആ പൈസ കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഈ മാതാവ് ഉണ്ണിയെടുത്ത് കക്ഷത്തിലേക്ക് വെച്ചിട്ട് ഔസേപ്പിതാവ് ഇതെടുക്കടാ പുറക്കെ, ഇനി നീയാണ് ഇതെടുക്കുക. അപ്പൊ ഔസേപ്പിതാവ് നീയാണ് എടുക്കേണ്ടത്. ഇത്ര നേരം ഞാൻ മണ്ണെണ്ണപ്പാട്ട പിടിച്ചോണ്ടിരിക്കുന്നത്. അവിടെ തർക്കം, മാലാഖ വേറെ പ്രശ്നം. ഇത് ഇത്തരം തമാശകള് അല്ലേ? ഞങ്ങൾ ഇതേപോലെ കരോളിൽ പോയിട്ട് ഈ ചെറുപ്പത്തില് പപ്പാഞ്ഞി ഈ ചിലപ്പോൾ പഞ്ഞിയൊക്കെ വെച്ച് ഒട്ടിക്കും. ചില സമയത്ത് റെഡിമെയ്ഡ് മാസ്ക് കിട്ടും. ഈ മാസ്കിൽ കണ്ണിൻ്റെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു തവണ അപ്പോൾ പപ്പാഞ്ഞി കണ്ണ് കാണില്ല, ഇതും മാറിയിട്ട് ഇയാൾക്ക് കണ്ണ് കാണില്ല. ഇയാളെ കൈ പിടിച്ചാൽ കൊണ്ടുപോകുന്നത്. ഒരു വടിയുണ്ട്. ഇതുമായിട്ട് കൊണ്ടുപോയിട്ട് ഒരു വീടിന് മുമ്പിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ പപ്പാഞ്ഞി അത് കഴിഞ്ഞാൽ പിന്നെ പിടിക്കണം. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി കുറച്ചു. എല്ലാവരും നിന്ന് നോക്കിയപ്പോഴേക്കും പട്ടി ഓടി വരുന്നു. എല്ലാവരും ഓടിക്കളഞ്ഞു. പപ്പാഞ്ഞി വടിയായിട്ട് പട്ടി എവിടെയാണ് പട്ടിയെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് പട്ടിയൊക്കെ ഓടിച്ചിട്ട് തിരിച്ചു വന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ പപ്പാഞ്ഞിയുടെ ചിരിച്ച മുഖം പക്ഷെ ഉള്ളിന്ന് തെറിയും. എല്ലാവരും ഓടിക്കളഞ്ഞു ഇയാളെ വിട്ടിട്ട് പോയത് പറഞ്ഞിട്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ, വിഷു, ദീപാവലി, പെരുന്നാൾ, ഇതിനൊക്കെ ഒരുപാട് ഇന്റർവ്യൂസ് അല്ലേ, സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ വരും അല്ലേ? അത്തരം അനുഭവങ്ങൾ ഒക്കെ. അത്തരം അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നത് മെക്കാട്ടിന് പറയാനുണ്ടാവും ഒരു അനുഭവം. മെക്കാട്ടിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് നായികമാരെ വിളിച്ചുകൊണ്ട് തെങ്കാശിപട്ടണത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക്. അതെ തെങ്കാശിപട്ടണത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ വന്നു. അത് ഈ 3 നായികമാരെ വെച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ആരൊക്കെയാണ് 3 നായികമാർ? അത് ഒന്ന് സംയുക്ത, ഒന്ന് ഗീതു മോഹൻദാസ്, പിന്നെ ഒന്ന് കാവ്യ മാധവൻ. അപ്പോൾ ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനാണ് അന്ന് പ്ലാൻ ചെയ്തത്. ക്രിസ്മസ് ആണ് അന്ന്, ക്രിസ്മസിന്. അപ്പോൾ ക്രിസ്മസ് അടുക്കാൻ കുറച്ച് ദിവസം കൂടെ ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ദിവസം ആയിട്ടില്ല. ക്രിസ്മസിന് രാവിലെ ടെലികാസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത്. ക്രിസ്മസിന്റെ അപ്പൊ അവരോട് അത് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്തും പറയാറില്ലാണ് ഒരു ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ഇത് നമുക്ക് ഓണത്തിന് ടെലികാസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ. പക്ഷെ 1 മാസം മുമ്പ് എടുക്കുന്നുള്ളൂ. ഓണത്തിന്റെ അന്ന് സംസാരിക്കുന്ന പോലെ സംസാരിച്ചേക്കണം. അതുപോലെ ഇവരോട് തിരുവോണം ഞങ്ങൾ അതെ ഇന്ന് ക്രിസ്മസ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തുടങ്ങി, ഇന്ന് ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പക്ഷേ അന്ന് ഞങ്ങളുണ്ടാവില്ല ഇവിടെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയിട്ട് സത്യം പുറത്തു പോയി. സംയുക്ത പറഞ്ഞത് ഇന്ന് ക്രിസ്മസ് ആണ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പക്ഷെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് പോയി കാണും. പിന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ഓണാശംസകൾ. നല്ലതാ, കാരണം കാനഡയിലാണ് ജനിച്ച് വളർന്നിട്ടുള്ള അധികവും. ആശംസകൾ എന്നുള്ള വാക്ക് പുള്ളിക്കാരിയുടെ വിചാരം ഓണാശംസകൾ എന്ന് പറയുന്നതാണ് ഈ ആശംസകൾ. അപ്പൊ ക്രിസ്മസിന്റെ കൂടെ ഓണാശംസകളും കൂടി ചേർത്താണ്. ആകാശവാണിക്ക് ഒരിക്കൽ ഒരു നായികയെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതേപോലെ.
പണ്ട് തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നായികയുടെ പേര് പറയുന്നില്ല, മലയാളം അറിയില്ല അവർക്ക്. അപ്പോൾ അവരെ ആകാശവാണിയിലേക്ക് ഒന്ന് വരുമോ ഒന്ന് പ്ലീസ് ഓണത്തിന് അന്ന് 2 വാക്ക് പറയണം. എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ടൈം കിട്ടില്ല ഉച്ചയ്ക്ക് വരാനായിട്ട്. എന്നാൽ നായികയുടെ അടുത്ത് ഒന്ന് പറയാം. ഞാൻ പറഞ്ഞു നായികയ്ക്ക് അവർക്ക് മലയാളം അറിയാം. അയ്യോ എന്താ ഓണത്തിൻ്റെ ആശംസ പറയുന്നത്, ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ, ഓണം മാത്രം ഒന്ന് ഇതിൽ പറഞ്ഞാൽ മതി. അവനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഈ ആകാശവാണിയിൽ ലൈവാണല്ലോ, അത് പിന്നെ റീടേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് അവിടെ ചെന്നിട്ട് ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞു. ഓണം വിഷസ് മാത്രം എല്ലാവരും കേട്ടോണ്ടിരിക്കുക ലൊക്കേഷനിൽ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശ്മാശ്മാശ്മാക്കൾ ജന്മത്തെ തിരിച്ചെടുക്കാനും പറ്റില്ല. ഇപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോയിൽ ആ സാധനം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവർ തൃശ്ശൂരിൽ. ഓണാശ്മാശ്മാശ്മാക്കൾ. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് പൊതുവെ മലയാളം പറയാൻ പാടാണ് അല്ലേ? അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സ്പീഡ്, പിന്നെ നമുക്ക് ഒരുപാട് അക്ഷരങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അർത്ഥം തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതൊക്കെ അവരെ ഒരുപാട് കോൺഷ്യസ് ആണ് നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ. അത് ഞങ്ങളുടെ ആദ്യത്തെ പടത്തിൽ മിസ്റ്റർ ആൻഡ് മിസ്സസിൽ മൈഥിലി എന്ന് പറഞ്ഞൊരു, അത് കേരള അല്ല, ഇതുപോലെ തെലുങ്കായിരുന്നു. തെലുങ്ക് ആ കുട്ടിയെ ഡയലോഗ് പഠിപ്പിക്കേണ്ട ചുമതല ഭയങ്കര കഷ്ടപ്പാടാണ്. ഞങ്ങളുടെ ആദ്യത്തെ പടം, ഞങ്ങൾക്കിതൊന്നും ശീലമില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ അനാഥാലയം എന്ന് ഞാൻ പഠിപ്പിച്ചപ്പോഴൊക്കെ ആ കുട്ടി അധാനാലയം എന്ന് പറയും. എനിക്ക് അധാനാലയം ആയിപ്പോയി. അവരെ പഠിപ്പിച്ചു മക്കാട്ടിന് അധാനാലയമായി. ചൈന ടൗണില് ഗജനിയിലൊക്കെ ഗജനിയിലെ പ്രധാന വില്ലനായിട്ടുള്ള പ്രദീപ് റാവത്ത്. അതാണ്. അപ്പോൾ പ്രദീപ് റാവത്ത് വരാൻ പോണു. പ്രദീപ് റാവത്ത് ഞാൻ പറയട്ടത് ഇത് വരാൻ പോകുന്നു. അതിൻ്റെ ഒരു ഭയങ്കര ബിൽഡപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഗജനി എന്നുള്ള പടത്തിൽ വന്ന വില്ലനാണ്, അതാണ്. അപ്പം മോഹൻലാൽ ഇങ്ങനെ വന്നിട്ട്, അണ്ണാ പ്രദീപ് റാവത്ത് കേട്ടിട്ടില്ലേ, വലിയ ആളാണ്, ഗജനിയിലൊക്കെ വലിയ വേഷം ചെയ്തിട്ടുള്ളതാണ്, ശരിക്കും മലയാളത്തിൽ ആദ്യമായിട്ടാണ്, ഭയങ്കരമായിരിക്കും ഇല്ലേ റാഫി? പക്ഷേ അയാൾ എല്ലാ ഭാഷകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നതാണ് പറയുന്നത്. ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് അയാൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ ഡയലോഗ്സ് ഉണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് ചിലപ്പോൾ അയാൾ ഹിന്ദിയിൽ എഴുതിയെടുത്തിട്ടായിരിക്കും പറയുക. എൻ്റെ കൂടെ ഒരുപാട് പേര് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കെല്ലാം പഠിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞില്ല. സുഖമില്ലാതെ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ വരാൻ പോകുന്നു. അപ്പോൾ അടുത്ത ദിവസം അങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം കാലത്ത് ജയിലിൽ, അപ്പോൾ സെറ്റിനകത്താണ്, ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ ഒറ്റ ഷോട്ടിലെടുക്കാമെന്ന് റാഫി മെക്കാട്ടിനും പറഞ്ഞു. ക്രെയിൻ അങ്ങനെ മുകളിൽ നിന്ന് വന്ന് താഴെ വരുമ്പോൾ ഫസ്റ്റ് ഷോട്ടാണ്. പ്രദീപ് റാവത്ത് അഭിനയിക്കുന്ന ഫസ്റ്റ് ഷോട്ടാണ്. പുള്ളി എൻട്രി ചെയ്യുന്നു, മോഹൻലാൽ ഫസ്റ്റ് വരുന്നു, സൈൻ ചെയ്ത് എന്തോ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ പുള്ളിക്ക് സൈൻ ചെയ്ത് കൊടുക്കും. ലാൽ സൈൻ ചെയ്യും, ലാൽ പെൻ അവിടെ വെച്ചിട്ട് മാറും. അടുത്ത് ഞാൻ സൈൻ ചെയ്യും, അടുത്തിട്ട് മാറും. അടുത്ത് ദിലീപ് വന്നിട്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പ് വേണോന്നുള്ള പുള്ളി നോക്കുമ്പോൾ ഒപ്പിടോ എന്ന് പുള്ളി പറയണം. ഫസ്റ്റ് ഒപ്പിടൂ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒപ്പിടൂ എന്ന് പറഞ്ഞ ഡയലോഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാല് മോഹൻലാലും പറഞ്ഞു, അണ്ണാ പുള്ളിക്ക് ഡയലോഗ് ഉണ്ടോ? ഒപ്പിടും. അതിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് വേഗം കഴിഞ്ഞാൽ ഇപ്പം തന്നെ പോവുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ആ സീൻ എടുക്കണം, എന്നിട്ട് വേണം എനിക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാൽ ഭയങ്കര ഇതൊക്കെ എഴുതും. അങ്ങനെ പ്രദീപ് റാവത്ത് വന്ന് ഇറങ്ങുന്നു. ഹായ് മോഹൻലാൽ ജി, ജയറാം ജി. ഞാൻ പറഞ്ഞു മൈ നെയിം ഇസ് ഐ നോ സീൻ സോ മെനി പിക്ചേഴ്സ്. ദിലീപ് ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് CID മൂവി? CID മൂവി സൂപ്പർ ആർട്ടിസ്റ്റ്, ഓൾ മലയാളം മിസ് മമ്മൂടിയേനോ. അങ്ങനെ പറഞ്ഞ് പുള്ളി തുടങ്ങി വാചാലായി. റാഫിജി ഡയലോഗ് only one dialogue. What is that dialogue? Oppidu. What is the meaning of oppidu? Sign karo. Sign karo. Oh, that scene. Okay. Oh, they are signing and I have to say oppidu means sign karo. So I have to say oppidu. Or little more. Oppidu. Not that much. In between. Oppidu. Okay. It's only single dialogue. Yeah. Malayalam very easy. Half Sanskrit missed, no? 50-50. Then very easy. Tamil also same thing. ഇതൊക്കെ തുടങ്ങി ഈ ഒപ്പിട് കുറേ നേരമായിട്ട് റിഹേഴ്സ് നടത്തിക്കൊണ്ടിരിക്കും. നോട്ട് ജയറാംജി, നോട്ട് ദാറ്റ് ടു മച്ച്. മലയാളം ഈസ് വെരി ലിറ്റിൽ യു വിൽ ഡു ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് എഴുതിയിട്ട് അത് നോക്കും. ഒപ്പിടു നോക്കും. റാഫിജി can I say in Hindi? Sign karo yaar. No. Oh, Malayali audience. Oh, correct. ഒപ്പിടു. റെഡി ലാജി. അങ്ങനെ ബിൽഡപ്പ് 7 മണിക്ക് തുടങ്ങിയതാ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ടാവുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റെഡി. ഇറ്റ്സ് ഇൻ വൺ ഷോട്ട്.
റെഡി ടേക്ക് മോഹൻലാൽജി റെഡി ഐ എം ഗോയിങ് ടു സേ മലയാളം യാ ഓ പെടോ റെഡി. ഫസ്റ്റ് ഷോട്ട് സൈലൻസ് ഒക്കെ പറഞ്ഞ് കംപ്ലീറ്റ് പറഞ്ഞ് പോലീസുകാരുടെ പാസിംഗ് ഇട്ട് അതിൻ്റെ എല്ലാം ഡാം സ്റ്റാർട്ട് ക്യാമറ വന്നു ലാലു വന്നു ഞാൻ വന്നു ദൈവമേ എൻ്റെ മനസ്സിലിങ്ങനെ ദിലീപ് തുപ്പിടോ. അങ്ങനെ ദിലീപ് ഇങ്ങനെ ഒരു വീഴ്ച വീണു അതിലേക്ക് തിരിച്ചിട്ട് ഞാൻ പോയി അവിടുന്ന്. എനിക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ വഴി ഓടി. ലാലിങ്ങനെ നിൽക്കുന്ന അണ്ണാ ഇത് എന്താണ് ഈ പറഞ്ഞത്? അത് തുപ്പിടൂന്നാക്കി ജന്മകാലത്ത്. കാരണം 2 മണിക്കൂറായിരുന്നു. ഓപ്പിടൂ റെഡി ആ അങ്ങനെ ഈ ഒറ്റ ഡയലോഗ്. അപ്പോഴാണ് ലാലിങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവരൊക്കെ എന്താ ഭാഷ പഠിച്ചെന്നൊക്കെ പറഞ്ഞത്. അടുത്ത ദിവസം എടുക്കാൻ പോകുന്നത് സെൻട്രൽ ജയിലിൻ്റെ വാതിക്ക് പുള്ളി ഇറങ്ങിയിട്ട് ഇന്റർവെല്ലിൽ ഒരു 5 പേജ് ഡയലോഗാണ് ഇങ്ങനെ. ഈ ഒറ്റ തുപ്പിട് കഴിഞ്ഞിട്ടുള്ളൂ. അതിന് അടുത്ത ദിവസം ലാലിലാണെങ്കിൽ തീരെ വയ്യ, ചുമയൊക്കെ ചുമയും പനിയൊക്കെ ആയിട്ട് വയ്യ. ആന്റിബയോട്ടിക്സ് ഭയങ്കര ഡസ്റ്റ് വന്നിട്ട് അലർജി ആയിരിക്കാം, ഡസ്റ്റ് അലർജിയൊക്കെ ആയിട്ടിരിക്കുക. അണ്ണാ ഒരു ഡയലോഗ് പോലും അങ്ങേരെ കൊണ്ട് പറയാൻ സാധിക്കില്ല. ഈ 5 പേജ് എങ്ങനെ പറയാനാണ്? അങ്ങനെ ആ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അടുത്ത ദിവസം ഇങ്ങനെയാണ് നിങ്ങളെ 3 പേരെ ഞാൻ കാണിച്ചു തരാം, എണ്ണിക്കോ, കൗണ്ട് ഡൗൺ യുവർ ഡേയ്സ്, ഓരോരുത്തരെടുത്തായിട്ട് ഒന്ന് പറയണം. മെയിൻ ഡയലോഗ് ലാലിൻ്റെ അടുത്താണ് പറയുന്നത്. ഈ പാവം മോഹൻലാൽ അയാൾക്ക് വേണ്ടിയിട്ട് കാരണം കുറേ റിഹേഴ്സൽ നോക്കി. അവ കട്ടർ മുഴുവൻ ഡയലോഗ് എഴുതി ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുക ബോർഡുകളായിട്ട്. ഓരോ സെന്റൻസ് വെച്ചിരിക്കുക. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കമന്ന് കിടപ്പുണ്ട് കാലിന് താഴെ. ഇത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി നിങ്ങളുടെ ഓരോ ദിവസങ്ങൾ ഇവിടെ പറയുമ്പോ ഇവിടെ ആൾ എഴുതി പിടിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൂട്ടിക്കോടാ അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ അടുത്ത് വരുമ്പോ അവിടെ ബോർഡ് വെക്കാൻ പറ്റില്ല. ലാസ്റ്റ് മോഹൻലാലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയണം, നിന്റെ അടുത്താണ് ഞാൻ പറയുന്നത്, നിന്റെ അച്ഛനാണ് ഞാൻ പണ്ട് കൊടുത്ത വാക്കുണ്ട്, മറ്റേത് പറയാൻ അങ്ങനെ. എന്നിട്ട് നെഞ്ചിലൊന്ന് പിടിച്ച് തള്ളുന്നുണ്ട്. ഇതൊക്കെ ഇതെവിടെ എഴുതാൻ? അവിടെ ബോർഡ് വെക്കാൻ പറ്റില്ല, കാരണം നേരെ ക്യാമറയുടെ മുമ്പിലാ. അങ്ങനെ പാവം മോഹൻലാൽ നിന്ന് കൊടുത്തോട്ടെ. ഒന്നാ ചുമ ഭാഗത്ത് നിൽക്കാൻ വയ്യ, ഇവിടെ എഴുതി ഒട്ടിച്ചിരിക്കും. മുഖത്ത് ഇവിടെ ഒരു ഡയലോഗ് ലാൽ അനങ്ങിയത്. പിന്നെ നെഞ്ചിലുള്ള മുടി മുഴുവൻ ഷേവ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഈ പാവം ഇങ്ങനെ നിൽക്കുക, അനങ്ങാൻ പറ്റില്ല. ലാൽ ഇങ്ങോട്ട് തിരിഞ്ഞ പോയി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചിരിച്ചിട്ട് ആ സീനിൽ ഇപ്പോഴും കാണാം എൻ്റെ ദിലീപിന്റെ ഷോൾഡർ. നമ്മൾ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചത്ത് പോയാലും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയ അനുഭവമായിരുന്നു. ഈ ആഘോഷ കാഴ്ചകൾക്കിടയിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഇത് ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. കരയില്ലേ ഈ പ്രസവവും ഗർഭവും എന്നൊക്കെ പറയുന്നത് സ്വാഭാവികത. അത് കരഞ്ഞിട്ട് കാര്യം പതുക്കെ ഞാനുണ്ടല്ലോ കൂടെ, കരയില്ലെന്ന് പറഞ്ഞു സാരമില്ലെന്ന് ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട് പതുക്കെ അങ്ങനെ പതുക്കെ മതി കരയില്ല കരയാതെ ഇശോ ഞാൻ കൂടെ ഇല്ലേ. മനസ്സിലായില്ല? ഞാൻ ഓട്ടോറിക്ഷക്കാരൻ. അത് മനസ്സിലായി. ഇത് മനസ്സിലായില്ല ചേട്ടാ. എന്റെ ഹോട്ടലിൽ ഒരു ലോഡ് കൊണ്ടുവന്നാലേ അത് ഇറക്കി വെക്കാന്നുള്ള എന്റെ ഒരു ചുമതലയാ. ലോഡാ? ലോഡ് ഇത് ലോഡല്ലേ, ലോഡിന്റെ പുറത്ത് ലോഡാ, ഓവർലോഡാ അത്. ഈ ഓട്ടോറിക്ഷയിൽ വന്ന ആളാണല്ലോ ഞാനും. അതെ. ഈ ലോഡ് വീട്ടിൽ നിന്ന് കയറ്റി തരാം. അത് ചേട്ടനാ ആണല്ല? അപ്പൊ ഇതിന്റെ ഹസ്ബൻഡായ എനിക്കറിയാം ഈ ലോഡ് എവിടെ ഇറക്കണം വേണ്ടെന്ന്. എന്നിട്ട് ഹസ്ബൻഡ് എവിടെയായിരുന്നു? ഞാൻ ഒരു രൂപ വെള്ളം മേടിക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ അറിഞ്ഞ നീ ഇതിന്റെ തോളത്ത് കൈയിട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ളത്. ദൈവമേ, കുപ്പിയുടെ അത്ര പോലും നീളമില്ലാത്തതാണ് ഭർത്താവായിട്ട് കൊണ്ട് നടക്കുന്നത്. എന്റെ പൊണ്ണി ചേട്ടൻ എന്നോട് ചൂടാതെ എന്റെ പൈസ കിട്ടുന്നു. എത്ര നിന്റെ ആശുപത്രി? 50 രൂപ. 50 രൂപ? അവിടെ ഇവിടെ വരെ 50 രൂപ? ഈ ലോകം മുഴുവൻ കറക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ ആര് പറഞ്ഞു ലോകം മുഴുവൻ കറക്കിക്കൊണ്ടുവരാനായിട്ട്? നല്ല വഴിയാ എനിക്ക് ഓടാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ പൈസ കിട്ടുന്നു. 50 രൂപ. വല്ല ആവശ്യമുണ്ടോ? ഇങ്ങോട്ട് വന്നേ. ഇത് നോട്ടാണോ? ഇത് പിന്നെ നോട്ടാണ്. ഓട്ടയാണല്ലോ ഇത്. ഇത് ഞാൻ അച്ചടിക്കണതല്ല. ഇത് ആരും എടുക്കില്ല. ഇങ്ങോട്ട് ആര് പറഞ്ഞു? ഞാൻ എനിക്ക് തന്നിട്ട് ഞാൻ എടുത്തല്ല. എനിക്ക് വേറെ നോട്ടിക്കണോ? വേറെ നോട്ടില്ല. ഇത് ആരും എടുക്കില്ല. എനിക്ക് വേറെ നോട്ടിക്കണോ? എന്ത് പണിയാണ് ചേട്ടൻ കാണിച്ചത്? എനിക്ക് വേറെ നോട്ടാ. ഞാനൊരു പൈസ തന്നിട്ട് അത് ആരും എടുക്കില്ലെന്ന്. ഇത് ആരും എടുക്കില്ല. നോട്ട് ആരും എടുക്കില്ല. ആരും എടുക്കില്ല എന്ന് അയാൾ എടുത്തോണ്ട് പോയാലോ? ആര് ഇപ്പൊ വന്ന ആൾ എടുത്തോണ്ട് പോയാലോ? എന്തേ പൈസ എവിടെ? അയാള് അയക്കൊണ്ടുകൊണ്ട് വേണേ വിളിക്കാണ്ടിരി. ഇത് ഹോസ്പിറ്റലാണ്, ആൾക്കാരൊക്കെ ഉള്ളതാണ്. നിന്റെ കരച്ചിൽ കണ്ടാത്തൊന്നും ലോകത്തെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് തോന്നുന്നല്ല. നിലവിളിക്കല്ലേ? ഇത് 5-ാം മാസമായിട്ടുള്ളൂ.
ഇനിയും കിടക്കണം 4 മാസം. അപ്പൊ കരയാൻ കണ്ണുനീര് വേണമെങ്കിൽ ഇപ്പൊ കരയല്ലേ? ഈ സീരിയലിലെ സ്ത്രീകളെ സമ്മതിക്കണം കേട്ടാ. 2-2.5 കൊല്ലാണ് ഗർഭം കൊണ്ട് നടക്കുന്നത്. ഒരു കുഴപ്പമില്ല. നിലവിളിക്കല്ലേ? ഈ കൊടുങ്ങല്ലൂർ കിടക്കണം നിന്റെ അമ്മേനെ വിളിക്കാണ്ട് കോട്ടയത്ത് കിടക്കണം എന്റെ അമ്മേനെ ഒന്ന് വിളിക്ക്. ഞാൻ ആ ദേവീനെ വിളിച്ചതാ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ അമ്മേനെ ഒരുമിച്ചിട്ട് വേണം ഇവിടെ കിടന്നിട്ട് ഞാൻ ചക്രശ്വാസം വലിക്കാനായിട്ട്. പറയാനൊന്നും വേണ്ട. ഒരു പ്രസവമായപ്പോ നീ ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്റെ അമ്മയെ ഒറ്റ പ്രസവത്തിൽ 5 കുട്ടികളാണ്ടായത്. അതങ്ങനെയാ, ദുരന്തം വരുമ്പോ ഒന്നായിട്ടേ വരത്തുള്ളൂ. നീ ഗർഭിണി ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കണ എന്റെ അച്ഛനും അമ്മയും അറിയോ? അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കിടന്ന് ദുഃഖിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷം. അയ്യോ കരയല്ലേ, ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലേ ഞാനല്ല നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞേട്ടാ. ചേട്ടാ ഞാനേ ചേട്ടാ ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ ഈ സോണാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഒരു റെപ്പാണ്. ഞാൻ അറപ്പല്ല റെപ്രസെന്റേറ്റീവ് ആണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയ പെൺകുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. പ്രഗ്നന്റ് ആയ പെൺകുട്ടികളെ കണ്ടെത്തി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ഡെലിവറി നടത്തുക എന്നുള്ളതാണ്. ഡെലിവറി വെറുതെ നടക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ഡെലിവറി നടക്കുന്നതിന്റെ ഒപ്പം തന്നെ അവിടെ നിങ്ങളുടെ കുട്ടി ജനിക്കുമ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. ഇത് പിടിക്കാൻ വേണ്ടി വന്നല്ല. അതെ അതെ, ഞങ്ങൾ മിണ്ടല്ലേ നീ ഒന്ന് സംസാരിക്കട്ടെ. ഇത് ചേട്ടന്റെ വൈഫാണത്? ഓക്കെ ഓക്കെ. ചേട്ടന്റെ വൈഫ് ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് ഡെലിവറി നടത്തുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ചേട്ടന്റെ വൈഫ് പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഓഫർ കൊടുക്കുന്നതായിരിക്കും. മൊബൈൽ ഫോൺ കൊടുക്കും? അതെ അതെ. അത് മറിച്ച് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന വേറെ ഒന്നുമല്ല, ബൈക്കും മൊബൈലും കൊടുക്കുന്ന ഒന്നും കൊണ്ടല്ല. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കൊടുക്കുന്നത് അവൾ വളർന്ന് വലുതായി വരുമ്പോൾ ഫോൺ വിളിച്ച് ആരെങ്കിലും പൊളിച്ചോടി പോയിക്കോളും. സ്ത്രീധനം അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ 2 വീലർ കൊടുക്കുന്നു, അതുകൊണ്ട് അവരെങ്ങോട്ടെങ്കിലും പോയിക്കോളും. ചെയ്യേണ്ടി വരും. കരമടച്ച റെസിപ്റ്റ് നമ്മൾ എടുത്തു വെച്ചേക്കണം. ഈ ബൈക്കും കൊണ്ട് വല്ല വഴിക്കും പോയിട്ട് ആരെങ്കിലും മെക്കിട്ട് കയറി കഴിയുമ്പോൾ നേരെ പോലീസുകാർ കൊണ്ടുപോകുന്നു. പിന്നെ അവിടുന്ന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കരമടച്ച റെസിപ്റ്റ് വേണം. മാത്രം മതിയല്ലേ? ഇതൊന്നും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ ചേച്ചീനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ചേട്ടൻ നിങ്ങൾ മാറി നിൽക്കൂ. ഓക്കെ. അതായത് ചേച്ചി അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചേച്ചി ഡെലിവറി നടത്തുമ്പോൾ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ചേച്ചിയുടെ ഷേപ്പ് ഇതുപോലെ തന്നെ ഇരിക്കും. മറ്റുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ ചേച്ചി ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവും. ഡെലിവറി കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് ചേച്ചിക്ക് ആ സ്പോട്ടിൽ വെച്ച് നടന്ന് പോരാവുന്നതേ ഉള്ളൂ. ഉദാഹരണം ചേച്ചി ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് ചേച്ചിക്കും ചേട്ടൻ ഇത് കണ്ട സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ ആ സ്പോട്ടിൽ വെച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങോട്ട് വരാവുന്നുള്ളൂ. കണ്ട ഈ വരവ് എങ്ങനെയുണ്ട്? വളരെ ഹാപ്പി അല്ലേ? ചെലവ്, ഈ ചെലവിലാണ് ഞങ്ങൾ പറയുന്നത്. വളരെ ചെലവ് കുറച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് പല ഓഫറുകളും തരുന്നത്. ഇത് ഹസ്ബൻഡ് തന്നെയാണോ? അത് ആണല്ലേ? പുള്ളിക്ക് എന്താ ജോലി? എന്താണ്? മരപ്പണിയാ. ഓ, മരംകുത്തറാണല്ലേ? അല്ല, മരപ്പണിയാണല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞങ്ങളുടെ കമ്പനിയുടെ ഓഫറുകൾ നിങ്ങൾക്ക് പറ്റും. എക്സ്ക്യൂസ് മീ മാഡം, സാർ നമസ്കാരം. പ്രഗ്നന്റിന് അല്ലേ? പീരീഡ് അല്ലേ? മാഡത്തിന്റെ പേര്? രാധിക. സാറിന്റെ പേര്? രാജേഷ്. നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ മോളർ ആൻഡ് ഇന്റർനാഷണൽ മൾട്ടി കമ്പനിയാണ് നമ്മുടെ കമ്പനി. നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ലേഡീസിനെ നമ്മൾ വീട് വിടാത്തരം കയറി ഇറങ്ങി, അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചുകൊണ്ട് അവരുടെ വിടവിടാന്തരം കയറി ഇറങ്ങി അവർക്ക് വേണ്ട പരിചരണങ്ങളും മെഡിസിൻസും അല്ലെങ്കിൽ മിനറൽസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. കാര്യം ഞങ്ങളുടെ കയ്യിലേക്ക് കമ്പനിയിലേക്ക് ഇപ്പോൾ ഈ പീരീഡിൽ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരെ ഞങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ലാസ്റ്റ്, അതായത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മളൊരു ഹിന്ദി നടന്നു അല്ലെങ്കിൽ തമിഴ് നടന്നു സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ കമ്പനിയുടെ അത്ര ഓഫർ വരുമോ നിങ്ങളുടെ കമ്പനിക്ക്? ഞങ്ങൾ അതിലും വലിയ ഓഫറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറിയോ? ഹസ്ബൻഡ്? അയ്യോ, അതാ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ്. സോറി സാറേ, നമുക്കൊരു ഓഫർ ഉണ്ട്. നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് താടി വന്നാ ഹലോ, അതെ ഞങ്ങളുടെ കമ്പനിയുടെ ഞാനിപ്പോ അഭ്യാസ മുറകളെ കുറിച്ച് പറയാൻ വേണ്ടി വന്നല്ല, വ്യായാമ മുറകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ. ഞാൻ മോളാർ കമ്പനി ഇന്റർനാഷണൽ മൾട്ടി കമ്പനിയുടെ ആളാണ്. ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിരിക്കുന്ന കുടുംബത്തില് മാഡം ഒരു മിനിറ്റ് എക്സ്ക്യൂസ് മീ മാഡം, പ്ലീസ് മാഡം, ഇത് മുഴുവൻ കേട്ടോ. അഭ്യാസ മുറകൾ അല്ല ഞാൻ പറയുന്നത്, വ്യായാമ മുറകളാണ്. ഏറ്റവും കൂടുതൽ നടപ്പ് വേണ്ടത് ഈ സമയത്താണ്. സാധാരണ നമുക്ക് ഭാര്യമാരെയും കൊണ്ട് ഭർത്താക്കന്മാർക്ക് ഒരിക്കലും ഇങ്ങനെ കൂടെ നടക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് മിറ്റമുണ്ടാവില്ല. അതുപോലെ ഓഡിറ്റോറിയം നമുക്ക് വാടക എടുത്ത് ഭാര്യനായിട്ട് നടക്കാൻ പറ്റില്ല, വാടകക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ കമ്പനി നടത്തും. സാധാരണ ഈ സമയത്ത് ഈ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത്. കാരണം നമ്മൾ കൂടെ നടക്കുമ്പോൾ നമ്മൾ അതിൽ ഒരുമിച്ച് നമ്മൾ നടക്കണം, അവരിയ്ക്കുമ്പോൾ നമ്മൾ ഇരിക്കണം, അവർ കിടക്കുമ്പോൾ നമ്മൾ കിടക്കരുത്. അവർക്ക് കിടക്കാൻ ഒരു സെപ്പറേറ്റ് കട്ടിൽ കൊടുക്കും, നമ്മൾ ഇപ്പുറത്ത് മാറി കിടക്കും. പിന്നെ നമുക്ക് കമ്പനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കൂടെ കിടത്താം.
പക്ഷെ ഒരിക്കലും ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ ഒരിക്കലും ഒരു ഭർത്താവിന് കഴിയില്ല. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യും? കമ്പനിനെ ഏൽപ്പിക്കും. പക്ഷെ ഞങ്ങളുടെ കമ്പനി ചെയ്യുന്നത് എന്താണ് നിങ്ങൾ? ഞങ്ങളുടെ കമ്പനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ചീപ്പ് ഇടപാടല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങളുടെ വൈഫ് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കമ്പനി വലിയൊരു ഓഫറാണ് തരുന്നത്. അതായത് ആ കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വളരെ ഏറ്റവും വലിയ, അതായത് വളരെ പ്രശസ്തനായ ഗായകൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാണ്. MG ശ്രീകുമാർ എന്ന ഗായകൻ നിങ്ങളുടെ കുട്ടിയെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നു. ഞങ്ങളുടെ കമ്പനി ചെലവിലാണ് ഞങ്ങൾ. ഭീമാ സിനിമ ചിരിമ. ഞങ്ങളുടെ കമ്പനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ചീപ്പ് ഇടപാടല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ നിങ്ങളുടെ വൈഫ് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ കമ്പനി വലിയൊരു ഓഫറാണ് തരുന്നത്. അതായത് ആ കുട്ടിയെ താരാട്ട് പാടി ഉറക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വളരെ ഏറ്റവും വലിയ, അതായത് വളരെ പ്രശസ്തനായ ഗായകൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാണ്. MG ശ്രീകുമാർ എന്ന ഗായകൻ നിങ്ങളുടെ കുട്ടിയെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നു. ഞങ്ങളുടെ കമ്പനി ചെലവിലാണ് ഞങ്ങൾ. MG ശ്രീകുമാർ നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണോ നല്ലത്, ഗാനഗന്ധർവൻ യേശുദാസ് വരുന്നതാണോ നല്ലത്? യേശുദാസിന്റെ വ്യത്യസ്തമായ മെലഡീസും അതിന്റെ ലല്ലബീസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ CD-കളാണ് ഈ ടൈം മുതൽ 9 മാസം 9 നാഴിക 9 വിനാഴിക വരെയും ഈ പ്രഗ്നന്റ് പീരീഡ് വരെയും ഈ കുട്ടി കേൾക്കേണ്ടത്. സംഗീതം കേട്ട് വളരുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരിക്കലും നന്മകൾ വളരില്ല, അവരൊരിക്കലും കുപ്രസിദ്ധമാകില്ല, ക്രൂരനായി മാറില്ല. യേശുദാസ് ഏതാന്ന് പോലും അറിയാൻ പാടില്ല. പിന്നെ ഇതൊക്കെ വെറുതെ ക്യാൻവാസ് ചെയ്യാനായിട്ടാ ആണല്ലേ? അല്ല, യേശുദാസിനെ വിളിച്ച് കൈ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. യേശുദാസിനെ വിളിച്ച് കയ്യിൽ പോക്കറ്റിലിട്ടു. മൊബൈലിൽ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ. എന്തായാലും ആരുടെയും മൊബൈലിൽ ബാലൻസ് ഇല്ല. ഞങ്ങൾ പറഞ്ഞത് യേശുദാസിന്റെ മെലഡീസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും. ഇതുകൊണ്ട് എന്റെ ചേട്ടാ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. മെലഡി എന്താണ്, സംഗീതം എന്താണെന്ന് അറിയാത്തൊരു മനുഷ്യനാണ്. സംഗീതം ആർദ്രമാണ്, ആനന്ദമാണ്, ഉന്മേഷമാണ്. സംഗീതം അനുഭവിക്കുന്നവര് മറ്റൊരു ലോകത്ത് തട്ടിലാണ് ജീവിക്കുന്നത്. എന്താണ് സംഗീതം? എന്താണ് സംഗീതം എന്ന് പറഞ്ഞാൽ അന്തർലീനമായിട്ട് കിടക്കുന്ന നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ആ സംഗീതം കേട്ട് വളരുകയാണെങ്കിൽ കുട്ടിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് സംഗീതം കേട്ട് വളരണമെന്നാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്ന് വരണതാണ്. ഉള്ളിന്ന് മാത്രമല്ല, സവാളയൊന്നും ഇത് ഉരുളക്കഴിഞ്ഞു. അപ്പൊ എന്താണെങ്കിലും സംഗീതം നമ്മൾ കേട്ടു വളരാൻ നമ്മൾ പഠിക്കണം. ആ സംഗീതം നിങ്ങളുടെ കുട്ടിയുടെ മാസ്മര ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ തന്നെ തീരുമാനിക്കും മോളാർ കമ്പനി നിങ്ങൾക്ക് വേണോ വേണ്ടയോ. അതായത് ഈ സുഖപ്രസവം നടത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജ്യൂസ് ഒക്കെ കുടിക്കണം അല്ലേ? ജ്യൂസ് കുടിക്കണം. അത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ സംഭവങ്ങളാണ്. കമ്പനിയിൽ നമ്മൾ 1000 രൂപ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 1000 രൂപ നിങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കമ്പനി 9 മാസത്തോളം ചെലവുകളെല്ലാം കമ്പനി ഏറ്റെടുക്കുകയാണ്. കമ്പനിക്ക് എന്താണ് ഇതിന്റെ മെച്ചം? ഞാൻ പലപ്പോഴും എന്റെ സാറിനോട് ചോദിക്കാറുണ്ട്, കമ്പനിക്ക് എന്താണ് മെച്ചം? കമ്പനിക്ക് ഒരു മെച്ചമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നു ഈ പീരീഡ് മുതൽ ആ പ്രഗ്നന്റ് ടൈം വരെ നമ്മൾ വീഡിയോയിൽ പിടിക്കുന്നുണ്ട്. എന്ത് ഈ പ്രസവം നമ്മൾ ശ്വേതാമരന്റെ മറ്റേ ഇതൊക്കെ ചെയ്തില്ലേ, അതേപോലെ നമ്മൾ പിടിച്ചു വെക്കും. എന്തെങ്കിലും കമ്പനിക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൽ ചില പീസുകൾ എടുത്ത് നമ്മൾ യൂട്യൂബിൽ അതിലൊക്കെ കൊടുക്കും. മാത്രമേ ആ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ ഓഫറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്യുന്നത് ഈ പാട്ട് കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കുട്ടിക്ക്, അതായത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ നല്ല ചാർലി ചാപ്ലിന്റെ നല്ല നല്ല കോമഡി ഷോകൾ ഞങ്ങൾ വീട്ടിലിട്ട് കൊടുക്കുന്നതായിരിക്കും. അതെന്തിനാണ് റെഡിയായി കൊടുക്കുന്നത്? കുട്ടിയുടെ വളർച്ചയ്ക്ക്, അത് കുട്ടിയുടെ ഈ സന്തോഷിച്ച് ചിരിച്ചും കളിച്ചും കുട്ടി വളരുന്നതിന് വേണ്ടി ചാർലി ചാപ്ലിന്റെ സിനിമകൾ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. മോളാർ കമ്പനി ഒരിക്കലും ഈ ചാർലി ചാപ്ലിനെ പോലുള്ള അറ്റ്ലീസ്റ്റ് ഇത്ര കോമഡികളൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് സംഗീതമാണ്. നല്ല വെസ്റ്റേൺ വിധം, കർണാട്ടിക്, ഹിന്ദുസ്ഥാനിക്ക്, ആന്റിബയോട്ടിക്, അതുപോലെ തന്നെ ആനന്ദ ഭൈരവി, ആന്റിബയോട്ടിക് അല്ല കർണാട്ടിക്, അതേപോലെയുള്ള ഹിന്ദുസ്ഥാനി, അതുപോലെ ഭൈരവി, കല്യാണി, ആന്തോളനം, ഇന്തോളനം, അതുപോലെ കാപ്പി. കാപ്പി രാഗത്തിൽ പാട്ടുണ്ട്. അലൈപ്പായുതേ അലൈപ്പായുതേ കണ്ണാ അലൈപ്പായുതേ അലൈപ്പായുതേ, ആന്തോളനം കാപ്പി രാഗത്തിൽ ചെയ്തതാണ്. ഇത്തരം പാട്ടുകളാണ് ഈ പ്രഗ്നന്റ് പീരീഡിൽ കേൾക്കുന്നത്. ഇതാണ് മോളാർ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനി ചെയ്യുന്ന ഒരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങളുടെ കമ്പനി, അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇത് എത്ര മാസമായി? ഇതിപ്പോ 5-ാം മാസം. ഇതൊരു 1 മാസം മുമ്പാണ് ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ വയറ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വരില്ലേ? ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഒരു മോണിറ്റർ നിങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വൈഫിന്റെ വയറ് കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവും ഒരു മോണിറ്റർ, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കാണാം നിങ്ങളുടെ പെണ്ണുള്ള വൈഫ്. അപ്പോൾ വയറ് ലോകം മുഴുവൻ കാണാം, എല്ലായിടത്തും കാണിക്കും. അപ്പോൾ വയറ് കാണൽ ചടങ്ങ് ഒരു ചെലവുമില്ല ഞങ്ങളുടെ കമ്പനി നടത്തുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല അണ്ണാക്കിൽ ഈ വിരലിട്ട് കുത്തി കയറ്റിയിട്ട് ശബ്ദം മാറ്റി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂട്ടാ. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഞാനൊരു സാധനം ക്യാൻവാസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ഗർഭമാണ്, അല്ലാതെ നിങ്ങളുടെ ഗർഭമല്ല. അങ്ങനെ നിങ്ങളുടെ ഗർഭമാണെന്ന് പറഞ്ഞത് എന്റെ ഗർഭമാണ്. ഇത് എന്റെ ഗർഭമാണ്, ഞാൻ പിടിച്ച ഗർഭമല്ലേ? ഞാൻ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ കറക്റ്റ് ചെയ്ത് ആ ചേട്ടൻ സൈഡ് കൊടുത്തു. ഇത് എന്റെ ഗർഭമാണ്. എന്റെ ഗർഭം കണ്ടാ എനിക്ക് ഞാൻ ക്യാൻവാസ് ചെയ്ത ഗർഭമാണ്. ഇത് നിന്റെ അല്ല, ഇവന്റെ അല്ല, ഇത് എന്റെ ഗർഭമാണ്. വായി നോക്കി കണ്ടി കരുപ്പിക്കണ്ടേ? അവകാശികൾ വേറെയും വരും. ചേട്ടാ എന്താ ഗർഭത്തിന് അവകാശം ചോദിച്ചു വന്നേക്കാണ് ഇപ്പൊ. ചേട്ടാ പിന്നെ തൃപ്തിയായല്ലോ. ആർക്കെങ്കിലും ഗർഭം പറഞ്ഞു വന്നാലുണ്ട്. ചേട്ടാ ഒരു കാര്യം ചേട്ടാ മനസ്സിലാക്കുക.
ചേട്ടന് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ചേട്ടൻ 28 നടത്തേണ്ടി വരുമോ? ഈ സമയത്ത് ഞങ്ങൾ ഫിലിം ആക്ടേഴ്സിനെ വിട്ടുവിടും, അറിയോ? ഫിലിം ആക്ടേഴ്സാ? ആ ഫിലിം ആക്ടേഴ്സിന് നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും, ഹിന്ദി ആക്ടേഴ്സിനെ. ഷാരൂഖ് ഖാൻ വരൂ? പിന്നെ ഷാരൂഖ് ഖാൻ വരില്ലേ? ഷാരൂഖ് ഖാൻ വന്നിരുന്നെങ്കിൽ എന്റെ ഭാര്യനെ എടുത്ത് പൊക്കിയല്ലേ? അയ്യോ അത് പറ്റില്ല, അത് റിമി ടോമിനോട് ചോദിക്കണം, അതിന്റെ അംബാസിഡർ അവരാ. ആണോ? അത് വേണ്ടി സമ്മതിക്കൂലല്ലേ? അത് നടക്കൂല. അപ്പൊ വേണ്ട, എന്തായാലും കേറ്റി അങ്ങോട്ട് വിട്ടല്ലേ. വൈഫിന്റെ കാര്യം നോക്കാം. ഓരോ നടക്കണ നിനക്ക് ഓരോ ഗർഭം കിട്ടുമ്പോൾ ആക്രാന്തം കിട്ടിയാൽ പോരാ. ഓരോരുത്തർക്ക് ഓരോ കാര്യം വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കി, ഞങ്ങളുടെ കമ്പനിയിൽ ഞാനാണ് ഇവിടെ ആദ്യം വന്ന് ക്യാൻവാസ് ചെയ്ത്, അറിയോ? നീ ക്യാൻവാസ് ചെയ്തോ? ഞാൻ ഒരുമാതിരി ഒപ്പിച്ചുകൊണ്ടൊരു ഗർഭം വരുന്നത് താനല്ലേ കല്യാണം കഴിച്ച് ഇത്ര ഭാര്യ ഗർഭിണിയായി ഇപ്പോഴും ഒളിഞ്ഞോട്ടം നിന്നില്ലേ? എന്റെ ഭാര്യ എന്റെ അകത്തുണ്ട്, അതാണ് നോക്കി. എന്റെ ഭാര്യ മാത്രമല്ല, അത് നേഴ്സ് കൊണ്ട് മറ്റോ ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, അവരൊക്കെ പെണ്ണുങ്ങളാ. ഞാൻ എന്റെ ഭാര്യനെ പൊന്നുപോലെയാണ് നോക്കണം, അറിയോ? അതുകൊണ്ടാണ് കഴുത്തിലും കാലിലും ഒരു പൊന്നു പോലും ഇല്ലാത്തത്. അതല്ല, അതേപോലെ നോക്കണത്. കൊണ്ടുവരാൻ നിൽക്കാനും പഠിക്കണം, നോക്കാനും പഠിക്കണം, നല്ലവരെ തിരിച്ചറിയാനും പഠിക്കണം. എന്നിട്ട് കണ്ടവന്റെ വാക്കും കേട്ട് ഇവിടെ നിന്നിട്ട് കുളുകുളാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം ഞാൻ നല്ല ഓഫർ പറഞ്ഞല്ല. പിന്നെ ഒരു കാര്യമില്ല അതിനകത്ത്. ഓഫർ ആരെ നോക്കണ ആരാണ്? ഭാര്യ അതിനകത്തുണ്ടല്ലോ. അതിനെ അങ്ങോട്ട് പോയി മറ്റേ ഓഫറും പോയിട്ടുണ്ട് അങ്ങോട്ട്. അതിനെ പറ്റിക്കൊന്നും വേണ്ട, പോടുന്നു. അതിന്റെ ഇവിടെയൊക്കെ പോകാൻ പഠിക്കും. ഒരു സാധനത്തിനെ കിട്ടാൻ നേരത്ത് അതിന്റെ പുറകെ കിടക്കാൻ നേരത്ത് കുഴപ്പമില്ല, ഡോക്ടറെ ഇപ്പൊ കാണാൻ നോക്ക് കേട്ടോ. ഡോക്ടറോട് കേട്ടോ, നല്ല ഡോക്ടറാണ്. നമസ്കാരം സാർ, പ്രസവിക്കാൻ വന്നാണല്ലേ? ഞാനല്ല പ്രസവിക്കാൻ വന്നത്, ഈ കുട്ടിയാണ്. സാറിന്റെ മോളാണ്? അത് എന്റെ മോളാണ്. സാറിന്റെ മോൾ? ഇത് അല്ല എന്റെ മോളല്ല, ഈ സാറിന്റെ മോളാണ്. എന്റെ മോളെ ഞാൻ കാണുന്നതാണ്. സാർ, നമ്മളിപ്പോൾ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൈനോളജിസ്റ്റ് വത്സല മാഡം പലരും വന്ന് കാണാറുണ്ട്. അപ്പം അദ്ദേഹം പല രീതിയിൽ അല്ല, നിങ്ങൾ കമ്പനി ജോലിയാണ് ഉദ്ദേശിച്ചത്? ഛർദ്ദിച്ചോളൂ. നമുക്കൊരു ഓക്കാനം ഉണ്ടാവും. അത് ഈ ഒരു എത്ര മാസമായിട്ട്? ഇപ്പൊ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിയുമ്പോൾ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകാല വീടുകളിൽ ഈ അമ്മമാര് ഈ ഛർദ്ദിൽ വരും. ചില പെൺകുട്ടികൾക്ക് ഛർദ്ദിൽ വരില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, ഞാൻ പറഞ്ഞില്ല കോടീശ്വരനാണ് നിൽക്കുന്നത്. അറിയാം, ലോകം മുഴുവൻ ബിസിനസ് ഉള്ള ആളാണ്. ആയിക്കോട്ടെ, കുതിരപ്പുറത്ത് കല്യാണം നടത്തിയ ആളാണ്. അയാളുടെ പുറത്ത് കുതിര കയറാൻ നടക്കണ്ട. അല്ല, കുതിര കയറാൻ വന്നതല്ല. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ടൈമുകളിൽ നമ്മൾക്ക് ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി അത് 1000 രൂപ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കമ്പനി ഏറ്റെടുക്കും. 1000 രൂപയെ ഇപ്പൊ ഗൈനോളജിസ്റ്റ് അകത്തുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഉടനെ നമുക്ക് സിസേറിയൻ ആകാം എന്ന് പറയും. ഒരിക്കലും നമ്മൾ പ്രസവം കൃത്യമായിട്ട് നടത്തണം. 9 മാസം 9 നാഴിക 9 വിനാഴികയാണ് പണ്ടത്തെ അമ്മമാര് പ്രസവിക്കുന്നത്. പണ്ട് പേരാണെങ്കിൽ ഇന്ന് കീറാൻ. അപ്പൊ കീറെന്ന് പറയുമ്പോൾ ഒരുപാട് ചെലവാണ്. അപ്പൊ എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തമായിട്ട് ലാൻസർ ഉള്ള ആളാണ്. ക്യാൻസറോ? ക്യാൻസർ അല്ല, ലാൻസർ 4 കളറിൽ. എന്തുമായിക്കോട്ടെ, അതുപോലത്തെ ഒരു കോടീശ്വരന്റെ മകളെ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ? ഷർദിന് നമ്മളൊരു പ്രത്യേക ഒരു കമ്പനി പറയുന്നത് ഷർദിൽ ഏറ്റെടുക്കുമ്പോൾ പ്രത്യേക ജ്യൂസുകൾ എന്തെങ്കിലും കൊടുക്കണമെന്നാണ്. ഈ മാസം മുതൽ കമ്പനി കറക്റ്റായിട്ട് ജ്യൂസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട്. ഒരു മിനിറ്റ്, കുഴപ്പമില്ല. ആദ്യം നമ്മൾ ഛർദ്ദിക്കും, അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും. കുഴപ്പമില്ല, ഇങ്ങോട്ട് നിന്നോളൂ. നമ്മൾ പറയുന്നത് ഈ മാസം മുതൽ ഞങ്ങളുടെ കയ്യിലേക്ക് തരികയാണെങ്കിൽ, കുട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞത്? കുട്ടിയുടെ പേര് തത്തമ്മ. ചാത്തമ്മ. ഈ ചാത്തമ്മയല്ല, തത്തമ്മയായാലും ചാത്തമ്മയായാലും ഈ തത്തമ്മക്ക് ഇന്ന് മുതൽ തീറ്റ കൊടുക്കുന്നത് കമ്പനി ആയിരിക്കും. തീറ്റ കൊടുക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ, ഭാര്യ വലിച്ചുകൊണ്ട് സാധനം കൊടുക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഉണരുക, അതുപോലെ തന്നെ പരിചരിക്കുക, കുട്ടിയുടെ വളർച്ചയെ നമ്മൾ നോക്കുക. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അംഗവൈകല്യം സംഭവിച്ചാൽ അതും കൂടി തീർത്തുകൊണ്ട് കമ്പനി കൊടുക്കുക. ഒരു സെക്കൻഡ്, ഞാൻ സാറിനോട് സംസാരിക്കും. മറ്റൊന്നും മാത്രമല്ല, നമ്മളിപ്പോൾ കൊടുക്കുന്നത് 2 കുട്ടികളുണ്ടെങ്കിൽ 2 മൊബൈൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ഒരു എന്താ പറയുക, അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു മൊബൈൽ, അച്ഛനും കൊടുക്കുന്ന ഒരു മൊബൈൽ. എങ്കിലും കൂടുതൽ അമ്മയുമായിട്ടായിരിക്കും കമ്പനി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ പിന്നീട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ്സുകൾ, നമ്മൾ ടോയ്സുകൾ, അതുപോലെ ചെറിയ ചെറിയ കുട്ടിക്ക് കളിക്കാൻ പറ്റിയ സംസാരിച്ചോട്ടെ. ചോദിച്ചോളൂ. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് സംസാരിച്ചിട്ട് വരാം. ചോദിച്ചോളൂ. തത്തമ്മ പേടിക്കണം, ഉണ്ടാവും, ഓക്കാനും ഉണ്ടാവും. അത് കുഴപ്പമില്ല. ഇപ്പൊ 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ 3-ാം മാസം മുതൽ നമ്മൾ ഛർദ്ദിക്കില്ല. അത് മാറിക്കോളും. കമ്പനി ഉണ്ട്, കമ്പനി നിങ്ങളുടെ കൂടെ ഉണ്ട്. കമ്പനി ഏറ്റെടുക്കുന്നു. കോടീശ്വരനായ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ പുള്ളി പറഞ്ഞ ഇവർക്കൊരു കമ്പനി ഉണ്ട്. ഇവരുടെ കമ്പനി നമ്മുടെ ഈ മോളുടെ ഗർഭം രജിസ്റ്റർ ചെയ്യുക. സാറേ, നമ്മൾ ഈ മൊളാറ ഇന്റർനാഷണൽ കമ്പനിയാണ്. അപ്പൊ കമ്പനി നമുക്ക് ഇതുപോലുള്ള പ്രഗ്നന്റ് പീരീഡിലുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുതിയ തരം നമ്മളെല്ലാം ഓഫർ കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളൊന്നും പറയണ്ട, നമ്മൾ അമ്മ തൊട്ടിൽ താരാട്ട് പാടുന്നത് MG ശ്രീകുമാർ യേശുദാസിന്റെ ദല്ലബികളാണ്. അതുപോലെ തന്നെ അവരുടെ വളർച്ചകളെല്ലാം നോക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ നിരവധി ഓഫർ കൊടുക്കുന്നുണ്ട്. പെണ്ണാണെങ്കിൽ മൊബൈൽ കൊടുക്കുന്നുണ്ട്, ആണാണെങ്കിൽ ബൈക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓഫറുകൾ. വേദന പോലും ഈ കുട്ടി തിന്നട്ടെ. ഈ കുട്ടി ഒന്ന് വാ പൊളിച്ചാൽ മതി, ഛർദ്ദിക്കുന്നത് ഞങ്ങളുടെ കമ്പനി ആയിരിക്കും. അതേപോലെ തന്നെ വേദന പോലും ഈ കുട്ടി അനുഭവിക്കേണ്ട. പ്രസവ വേദന കമ്പനിയാണ് അനുഭവിക്കുന്നത്. നമുക്കേ നിങ്ങളുടെ കമ്പനിയിലെ അധികം ഓഫറൊന്നും വേണ്ട. ഒന്നും വേണ്ട. TV, ഫ്രിഡ്ജ്, VCR, DVD ഒന്നും വേണ്ട. അങ്ങനെ ഒരു ഓഫറും വേണ്ട. നിങ്ങളൊരു സിമ്പിൾ സംഭവം ചെയ്തു. വളരെ സിമ്പിൾ. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇതൊരു മോളെ തത്തമ്മ. എന്റെ ഈ മോളുടെ പ്രസവം കഴിയുമ്പോ ആ കൊച്ചിനെ അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി ഒരാളെ സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ?